വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിറ്റൂസ് വ്ലോഗ്സ്. അപ്പം ഞങ്ങൾ ഇന്ന് തമിഴ്നാട്ടിൽ പോവാണ്. അപ്പം ഗൈസ്, ഞാൻ ഇന്ന് സ്കൂളിലൊന്നും പോയില്ല. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത് ഞാൻ നാളെ പറയാം, സർപ്രൈസ് ആണ്. ഞാൻ ഗൈസ് അവിടെ എത്തിയിട്ട് പറയാം. അപ്പം ഞങ്ങൾ ഏരൂരായി ആണ്ട് ഇവിടെ മിച്ചർ മേടിക്കാൻ നിർത്തിയതാണ്. മിച്ചർ മേടിച്ചിട്ട് കാണിച്ചു തരായി. നീ 3 മണി അല്ല, ഇപ്പം 10 മണി ആകുമ്പോഴത്തേക്ക് എത്തുന്നുണ്ടോ? ഇപ്പം പറയാം. ഹലോ, ഞാൻ ഓടിച്ചോളാം. താങ്കൾ ഈ സൈഡിൽ വന്നിരിക്കൂ. നിർത്തിയ മുട്ട ഉണക്കി തരുമായിരുന്നു. ഫാത്തിമായ മുട്ടക്കാരൻ സൂപ്പർ സൂപ്പർ. ഞാൻ തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട്ടിൽ കയറി കാണി. ഇവിടെ എന്തിനാ ഒരു അത്യാവശ്യത്തിനാണ് വന്നത്. അപ്പം ഇപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയത്. അതെ, കാണിച്ചു തരാം. മൂക്കടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അതെ, അതെ ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ച് വീട്ടിൽ പോവും. നാളെ എന്ത് സ്പെഷ്യൽ ഡേ ആണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. നാളെ പറയാൻ എനിക്ക് ക്ഷമയില്ല. എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. നാളെ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ഇനി അടുക്കാൻ വല്ല പോലെങ്കിൽ പറയാം. ഇറങ്ങിയതാണ്. അപ്പോഴേ ഓർത്ത് മൈക്ക് എടുത്തില്ല. മൈക്ക് എടുക്കാൻ വന്നേ. ഞങ്ങളിവിടെ നടക്കാൻ ഇറങ്ങിയതാണ്. ആൻഡ് ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇതിൻ്റെ പേരെന്തുവാ? ആൽമരമുണ്ട്. മനസ്സിലാരാ ആൻറ്റി ഇത് വള്ളി പോലെ കിടക്കും. ഇത് പുളി മരം. മഴ പെയ്യുന്ന നടക്കാം.
മഴ പെയ്യുന്നു. ഞങ്ങൾ തിരിച്ചു പോവാം. ഇവിടെ നല്ല രസമുണ്ട്. അതെ, ഇവിടെ എല്ലാം ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട്. മഴ കൂടി ഇരുന്ന് കറി പോട്ട്. ഇത് കുറെ മുള്ളുള്ള ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ തൊട്ടാ വിഷമാണ്. അല്ല, ചില മുള്ളുള്ള ചെടികളെല്ലാം വിഷമാണ്. അപ്പം ആരും തൊടാതിരിക്കുക. ആ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എവിടെ കോഴിക്കുഞ്ഞ് കാണുന്നില്ല. ആ, ദൂരെ നിന്ന് കൊത്താൻ വരുന്നോണ്ട് കുത്തി കോഴിക്കുഞ്ഞ. ആ, അതുകൊണ്ട് വലിയ കോഴിക്കുട്ടികളുണ്ട്. ഭയങ്കര കാറ്റ്. വലിയ കോഴിക്കുട്ടികളും ഉണ്ട്. ആൻ്റെ ഇച്ചിരി കൂടെ വലിയ കോഴിക്കുട്ടികൾ. പിന്നെ തള്ള കോഴിയുണ്ട്. പിന്നെ അവിടെ കുട്ടി കുട്ടി കോഴികളാണ്. ഇവിടെ കുറെ ഇച്ചിരി കൂടെ വലിയ കോഴിക്കുട്ടികളാണ്. അവിടെ കുട്ടി കുട്ടി ചെറിയ കുഞ്ഞുങ്ങൾ. ആ, നമ്മുടെ നാട്ടിലെ സൈസ് കോഴിയല്ലേ. ആൻ്റെ ഇവിടെ കുറെ മഴ പെയ്യുന്നത് വണ്ടി കയറുകയാണ്. അത് നേരത്തെ തുറന്നു. ഗ്ലാസൊക്കെ അടച്ചിട്ടേക്കും. ഞങ്ങൾ ഇവിടാണ് വന്നത്. ഇവിടെ ഒരു ചെടിയുണ്ട്. ഇതിന്റെ പേരെന്തുവാ? പർപ്പിൾ പർപ്പിൾ. അതിന്റെ പേരെന്തുവാ? അറിഞ്ഞൂട. കുറെ പർപ്പിൾ ചെടിയുണ്ട്. പിന്നെ അതാണ്ട് കുട്ടിക്കോഴി കണ്ട്. കുട്ടിക്കോഴി ഈ സൈഡിലാ. ഇതാ കുഞ്ഞു കോഴികള് ഒരെണ്ണത്തിനെ എടുത്തോണ്ട് പോവായിരുന്നു. ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ്. രാജപാളയത്തോട്ട് പോവുക. രാജപാളയം ചേച്ചി കാണാം. ഞങ്ങൾ രാജപാളയത്തിലെത്തി. ഇവിടെ പിന്നെ ഞാൻ ഇറങ്ങുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പം വീട്ടിൽ പോകുന്നില്ല, രാത്രിയാവുന്നു. ഞാൻ അവിടെ കറങ്ങാൻ പോയപ്പോൾ ഒരു ഓക്കെ ബിരിയാണി അടിച്ചു. കൊള്ളാം. ഞാൻ ചമ്മി ഉറക്കമൊക്കെ പാസ്സാക്കി. എന്താ ഇങ്ങനെ ഒരു സ്ഥലത്തും കൂടെ നിൽക്കാറുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പണ്ട് തൊട്ടേ ഇവിടെ തമിഴ്നാട്ടിലായിരുന്നു. ഞാൻ പറയില്ലായിരുന്നു, ടൂറോ എന്തുണ്ടെങ്കിലും ഇവിടെ തന്നെ ആയിരുന്നു.
അതുകൊണ്ട് പണ്ട് തൊട്ടേ ഒരു വീഡിയോ റെന്റിനെടുത്തായിരുന്നു. അപ്പോൾ ആ വീട്ടിലോട്ട് ഞങ്ങൾ ഇന്ന് പോകും. പക്ഷേ ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ വീട്ടിൽ പോകും. അപ്പം ഇവിടെ നിന്ന് ഇനി 1 മണിക്കൂറെങ്കിലും എടുക്കും ഇറങ്ങിയിടാൻ. അവർ പോയിട്ടുണ്ട്. ഞാനും എൻ്റെ അച്ഛനും അമ്മയാണ് വന്നത്. ഞാൻ ഇതിനകത്ത് അച്ഛനും അമ്മയും ഇനി 1 മണിക്കൂറൊക്കെ കഴിഞ്ഞേ വരും. ഞാൻ ഒരു ഉറക്കമില്ലായിരുന്നു, കഴിച്ചൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒന്നുകൂടെ ചെന്ന് ഉറങ്ങട്ടെ. ഒരു കാര്യത്തിൽ നിർത്തിയപ്പോഴത്തേക്ക് ഫുഡ് മേടിക്കാനായിട്ട്, അപ്പോൾ അവിടെ ഇതൊരു നെല്ലൊക്കെ വൃത്തിയാക്കി വെക്കുന്ന ഒരു ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് വേസ്റ്റ് കൊണ്ടുപോകണം അതിൻ്റെ. ഇപ്പം വീഡിയോ ഇട്ട ഞാൻ വലിയൊരു വീട്ടിൽ ഞാൻ ഫുഡൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ വീട്ടിൽ പോവാം. സോറി. അപ്പം ഞങ്ങൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകുന്ന വഴി കുറേ മലയൊക്കെ കണ്ടു. ഇവിടെ ഒരു വയലുണ്ടായിരുന്നു. അല്ല പിന്നെ അതിൻ്റെ ബാക്കി കുറേ മലയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുളം പോലത്തെ ഇതുണ്ട്. പിന്നെ അവിടെ അങ്ങ് കുറേ വീടൊക്കെ ഉണ്ട്, തെങ്ങിൻ്റെ ഒക്കെ ബാക്കി. നീ മൊത്തം ഇവിടെ കുട്ടി വീടാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.